ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പൊ IBPS PO എക്സാമിന് ഇനി ഒരു മാസം കൂടെ ഉള്ളു അല്ലേ? അപ്പം ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും? സിലബസ് ബേസ്ഡ് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ IBPS POയുടെ സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസ് അറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് IBPS POയുടെ എക്സാം എന്നാണ്, ഏജ് റിലാക്സേഷൻ എവിടെ വരെയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് എക്സാം പാറ്റേൺ, എത്രയാണ് അത് കഴിഞ്ഞിട്ട് എത്ര ഗ്യാപ്പ് ഉണ്ട് മെയിൻസ് എക്സാമിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് 1/7 സ്റ്റാർട്ട് ചെയ്ത് 21/7 വരെ ഉണ്ട്. ജൂലൈ 21 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് മന്തിലാണ്. ഓൾറെഡി കലണ്ടറിനകത്ത് നമ്മൾ അതിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ IBPSന്റെ കലണ്ടർ ഔട്ട് ആയപ്പോൾ നമ്മൾ ഇതിന്റെ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രിലിംസ് എക്സാം IBPS POയുടെ ഓഗസ്റ്റ് 17, 23, 24 തീയതികളിലാണെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഓൾറെഡി ഉണ്ട്. 17, 23, 24 തീയതികളിലായിട്ടായിരിക്കാം. ഡേറ്റ് കൺഫേം ഇതുവരെ ഈ നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടില്ല, പക്ഷെ കലണ്ടറിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ 12th ആണ് ഡേറ്റ് പറഞ്ഞിരുന്നത്. സോ ഒക്ടോബർ 12th തന്നെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിന്റെ തന്നെ നമുക്കറിയാം പേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബർ ഡിസംബർ മാസത്തിൽ തന്നെ കാണും. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് വരും. അതുപോലെ തന്നെ ഡിസംബർ ജനുവരിയിൽ ഇന്റർവ്യൂ കാണും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ എക്സാമിന്റെ ഒരു ഷെഡ്യൂൾ പോകുന്നത്. ഓക്കെ, അപ്പൊ എക്സാം ഷെഡ്യൂൾ അങ്ങനെ പോട്ടെ. അപ്ലൈ ചെയ്യാനുള്ളത് കറക്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യാം. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം? 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് വെച്ചിട്ട് 20 വയസ്സ് മുതൽ 30 വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഏജ് ഓക്കെ ആണല്ലോ? ഏജിൽ ഡൗട്ട് ഒന്നുമില്ല. അടുത്ത ഓക്കെ, നമുക്ക് ഓഫ്ലൈൻ കോഴ്സസും ഓൺലൈൻ കോഴ്സസും ഉണ്ട്. ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ ഈ 21 ജൂലൈക്ക് അകത്ത് വെച്ചിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. 60% മാർക്സ് പറയുന്നുണ്ട്. 59.99% ആണെങ്കിലും നിങ്ങളെ അതിനകത്ത് വാല്യൂ ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് 60% ആയിരിക്കണം മാർക്ക്. അതുപോലെ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇൻക്ലൂഡിങ് GST എന്ന് പറയുന്നത് 850 ആണ്. OBC അത് തന്നെയാണ്. SC ST ആണെങ്കിൽ 175 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. ഓക്കെ, ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ ഇവിടെ തൊട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി പോകണം. നിങ്ങൾക്ക് അറിയാലോ എക്സാം പാറ്റേണിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എക്സാം പാറ്റേൺ പഴയ എക്സാം പാറ്റേൺ ആണോ? ചെറിയ ചേഞ്ചസ് എക്സാം പാറ്റേണിലൊക്കെ വന്നിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. മാർക്കിന്റെ വേരിയേഷൻ, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് മാറ്റം വന്നിരിക്കുന്നത്. നോക്കാം, അതും കൂടെ നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അതിനൊരു മാറ്റവും വന്നിട്ടില്ല അല്ലെ? എല്ലാ പ്രാവശ്യവും പ്രിലിമിനറി എക്സാമിനേഷൻ IBPS POയുടെ വരുന്നത് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് അല്ലെ? അതുപോലെ 20 മിനിറ്റ് ആണ് അതിന്റെ ടൈമിംഗ് വരുന്നത്. 20 മിനിറ്റ്സിൽ നിങ്ങൾ 30 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. 20 മിനിറ്റ്സിൽ നിങ്ങൾ 30 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ 35 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്സ് ആണ്. 35 ക്വസ്റ്റ്യന് 35 മാർക്ക് ആയിരുന്നു. ഇത്രയും നാള് നമുക്ക് എക്സാമിന് 35 ക്വസ്റ്റ്യന് 35 മാർക്ക് ആയിരുന്നെങ്കിൽ ഇപ്പൊ 30 മാർക്കിനാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ മാർക്ക് വെയിറ്റേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പകരം റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 40 മാർക്കാണ്. അതായത് 20 മിനിറ്റിൽ റീസണിങ്ങിൽ 35 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി, പക്ഷെ 40 സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കണക്കിന് നല്ലതാണ്. കാരണം റീസണിങ് എബിലിറ്റിയിലെ പസിൽസും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടൈം എന്തായാലും വേണം അത് സോൾവ് ചെയ്യാൻ. അതിന് കുറച്ച് മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിന് എഫക്റ്റ് ആവും എന്നുള്ളത് തോന്നുന്നു. ഇതൊരു നല്ല അപ്രോച്ച് ആണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ ആണ്, 30 മാർക്കാണ്. ഇതിലും സ്കോറിംഗ് ഏരിയാസ് ഒരുപാടുണ്ട് ഗോണ്ടില്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ടൈം ഡ്യൂറേഷൻ സെയിം ആണ്. എല്ലാം 20 മിനിറ്റ്സ് ആണ്. അങ്ങനെ 1 hour
100 മാർക്സ് ആണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. 30 ഫ്രം ഇംഗ്ലീഷ്, 30 ഫ്രം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 40 മാർക്സ് ഫ്രം റീസണിങ് എബിലിറ്റി. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ അതും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ റീസണിങ് പഴയ പോലെ തന്നെയാണ്. റീസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്കാണ് കിട്ടുന്നത്. 50 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ്ലി ടൈമിംഗ് ആണ്. ഓരോ ടെസ്റ്റിനും സെപ്പറേറ്റ്ലി ടൈമിംഗ് ആണ്. 50 മിനിറ്റിലാണ് നിങ്ങൾ റീസണിങ് കവർ ചെയ്യേണ്ടത്. അതുപോലെ ജനറൽ അവയർനെസ്, എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്, അതിൽ RBIയുടെ സർക്കുലേഴ്സും കൂടെ ചേർന്നുള്ള എല്ലാ അവയർനെസ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ബാങ്കിൽ ജോലിക്ക് പോകേണ്ടവരാണ്, പ്രൊഫഷണറി ഓഫീസറിന്റെ പോസ്റ്റിൽ കയറേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 35 ക്വസ്റ്റ്യൻ ആണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 35 ക്വസ്റ്റ്യന് 50 മാർക്കാണ് നിങ്ങളുടെ മാക്സിമം മാർക്ക് വരുന്നത്. അതിന് 25 മിനിറ്റ്സ്, 25 മിനിറ്റ്. പിന്നെ ഈ അവയർനെസ് അല്ലേ, നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്ത് നോക്കണ്ടല്ലോ. അതുകൊണ്ട് 25 മിനിറ്റ്സിൽ 50 മാർക്ക് എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവണ്ട അല്ലെ. ദെൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് 35 ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം മാർക്ക് വരുന്നത് 40 മാർക്കാണ്. അപ്പൊ റീസണിങ് 60 മാർക്കിനുണ്ട്, ഇംഗ്ലീഷ് 40 മാർക്കിനുണ്ട്, അവയർനെസ്, ജനറൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ് അതെല്ലാം കൂടെ ചേർത്തിട്ട് 50 മാർക്കിനാണ് നമുക്ക് 35 ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഇംഗ്ലീഷിന്റെ ഈ 40 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് 40 മിനിറ്റ് സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. അതുപോലെ മാത്സ് വരുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾക്കറിയാം IBPS-P-യുടെ മെയിൻസിനകത്ത് മാത്സ് DI ആണ്, ഫുള്ള് DI ആണ്. എന്നാൽ നമ്മുടെ അരിത്തമെറ്റിക് സെക്ഷൻസ്, പെർസെന്റേജ്, റേഷ്യോ, ആവറേജ് എല്ലാം നമുക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. 45 മിനിറ്റ് കൊണ്ടാണ് DI നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്റ്റീവില് വരുന്നത്. എസ്സേ ആൻഡ് കോംപ്രിഹെൻഷൻ ഉണ്ട് കേട്ടോ. എസ്സേ മാത്രമല്ല കോംപ്രിഹെൻഷനും ഉണ്ട്. 25 ക്വസ്റ്റ്യൻസ് ആണ്, സോറി 2 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്സ് ആണ്. അപ്പൊ നമ്മുടെ പ്രിലിംസിന്റെ മെയിൻസ് എക്സാമിനേഷന്റെ ഈ 145 ക്വസ്റ്റ്യൻ 200 മാർക്കിനായിരുന്നെങ്കിൽ, 160 മിനിറ്റ് കൊണ്ട് 200 മാർക്കിനാണ്. പിന്നെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ എന്താണെന്ന് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് അല്ലെ ആൻഡ് ടെക്നോളജി, കറണ്ട് ഇവന്റ്സ്, എത്തിക്സ്, ഇങ്ങനെ എന്തെങ്കിലും ബേസിക് ഉള്ള ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരിക്കും എസ്സേ റൈറ്റിംഗിൽ ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് IBPS-PO എന്നുള്ള ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെയാണ് സിലബസ് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ, സിംപിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, മെൻസുറേഷൻ. അതിൽ തന്നെ സിലിണ്ടർ, കോൺ, സ്ഫിയർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ വോളിയം, സർഫസ് ഏരിയ, എങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, റേഷ്യോ ആൻഡ് പെർപോർഷൻ, പെർസെന്റേജ്, നമ്പർ സിസ്റ്റം, സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആൻഡ് പ്രോബബിലിറ്റി. ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. ഇതിൽ തന്നെ മാർക്കിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ എത്ര മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ DI എത്ര മാർക്കിന് ചോദിക്കും, മിസ്സിംഗ് നമ്പേഴ്സ്, റോങ് നമ്പേഴ്സ് എത്ര മാർക്കിന് ചോദിക്കും. ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫുൾ സിലബസ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരത്തില്ല. ഓക്കെ ആണല്ലോ. ഇത് ഫുൾ അരിത്തമെറ്റിക് സെക്ഷൻസ് എല്ലാം പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാനും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻസും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. 30 ദിവസം കൊണ്ട് നമ്മുടെ IBPS-POയുടെ എക്സാം എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. IBPS-PO 30 ഡേയ്സ്. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, ഫ്രഷേഴ്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രഷേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ്. ഓക്കെ, അപ്പം സിംപ്ലിഫിക്കേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ, ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആണല്ലോ. ഓരോ ചാപ്റ്ററും ബേസ് മനസ്സിലാക്കി ബേസിക്കൽ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ദെൻ അതിന്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ബാങ്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതായിരിക്കണം ഓരോ സബ്ജക്റ്റിന്റെയും സ്ട്രാറ്റജി. കോണ്ടന്റ് മാത്രമല്ല, ഓരോ സബ്ജക്റ്റും നിങ്ങൾ അങ്ങനെ ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്, പഠിച്ച് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത വരുന്നത് റീസണിങ്.
റീസണിങ്ങിനകത്ത് വരുന്നത് ലോജിക്കൽ റീസണിങ് ഉണ്ട്. നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ക്വാണ്ടിറ്റി ചാപ്റ്റർ ചാപ്റ്റേഴ്സ് കൂടുതൽ, അതുകൊണ്ട് കുറച്ച് സെലക്ട് ചെയ്ത് പഠിക്കണം നല്ല. പക്ഷെ റീസണിങ് നോക്കി, ലോജിക്കൽ റീസണിങ് ഉണ്ട്, ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്, റാങ്കിങ്, ഡയറക്ഷൻ, ആൽഫബറ്റ് ടെസ്റ്റ് ഉണ്ട്, ഡേറ്റ സഫീഷ്യൻസി ഉണ്ട്, ഇൻഇക്വാലിറ്റീസ് ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, പസിൽസ് ഉണ്ട്, ടാബുലേഷൻ ഉണ്ട്, സിലോജിസം ഉണ്ട്, ബ്ലഡ് റിലേഷൻസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റീസണിങ്ങിന്റെ സിലബസ് വരുന്നത്. അപ്പൊ റീസണിങ്ങിന്റെ സിലബസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരിക്കലും കുറയ്ക്കരുത്. 35 ക്വസ്റ്റ്യനിൽ 40 മാർക്കാണ് നമുക്ക് കിട്ടുന്നത് പ്രിലിംസിന്, അതുപോലെ 60 മാർക്കാണ് എന്തിനുള്ളത്, മെയിൻസിനുള്ളത്. അപ്പൊ അത്ര നിസ്സാര സാധനമല്ല നമ്മുടെ 40 മാർക്ക് പ്രിലിംസിനും 60 മാർക്ക് മെയിൻസിനും സ്കോർ ചെയ്യേണ്ട ഐറ്റം ആണ് നമ്മുടെ ഈ റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇംഗ്ലീഷിന്റെ സിലബസ് നോക്കാം. നമ്മുടെ SSC റെയിൽവേ ഒക്കെ പോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല ബാങ്കിങ്ങിന് അല്ലെ. 3 സബ്ജക്ട്സ് ആണ് നമ്മുടെ മുന്നിലുള്ള 3 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സിലബസ് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, പാരാ ജംബിൾസ് ഉണ്ട്, വേർഡ് യൂസേജ്, വേർഡ്സ് ആപ്പ്, filling the blank, error detection, error spotting, paragraph completion, one word substitution, ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. വളരെ ഷോർട്ട് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി 30 ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. 30 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു IBPS PO ക്ലിയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരുപാട് കണ്ടന്റ്സും വീഡിയോസും ഷോർട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു IBPS എക്സാംസിന്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.